നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് എങ്ങനെയാണ് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് അതിന്റെ ഇവല്യൂഷൻ സംഭവിച്ചത്, അതിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. സോ ദി ഹിസ്റ്ററി ഓഫ് ദി സബ്ജക്റ്റ് മാനേജ്മെന്റ്, അതാണ് ഇവല്യൂഷനിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാനേജ്മെന്റ് ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള ഒരു ഗ്രോയിങ് ഡിസിപ്ലിൻ ആയിട്ട് വന്നത്, അതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ന്യൂ മെത്തേഡ്സും മാനേജ്മെന്റ് ടെക്നിക്സ് എല്ലാം ഇന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മാനേജ്മെന്റ് ഫീൽഡ്. അപ്പോൾ അത് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു, അപ്പോൾ അത് പല രാജ്യങ്ങളിലും മാനേജ്മെന്റിന്റെ പല ടെക്നിക്സും യൂസ് ചെയ്യുന്നതായിട്ടുള്ള പല എവിഡൻസസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. സോ ദി ഇവല്യൂഷൻ ഓഫ് ദി മാനേജ്മെന്റ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ ദീസ് 4 ഹെഡിങ്സ്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻ ആൻഷ്യൻ സിവിലൈസേഷൻ ആണ്. അതായത് വളരെ പുരാതനമായ കാലം, ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും മാനേജ്മെന്റിന്റെ എവിഡൻസ് കാണാൻ പറ്റുന്നുണ്ടോ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് മാനേജ്മെന്റ് ഡ്യൂറിങ് ദി മെഡീവിയൽ പീരിയഡ് ആണ്. അതായത് ഒരു ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് സയന്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ടു മാനേജ്മെന്റ് എമർജ് ചെയ്തു. അതായത് മാനേജ്മെന്റ് ഫീൽഡിൽ സയന്റിഫിക് ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്കറിയാം സയന്റിഫിക് ടെക്നിക്സ് കൊണ്ടുവന്നിട്ടുള്ളത് ടെയ്ലറാണ്. അപ്പോൾ അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് മാനേജ്മെന്റ് ഇൻ മോഡേൺ പീരിയഡ്, അതായത് ഇപ്പോൾ കറന്റ് പീരിയഡിൽ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഒരു ഇവല്യൂഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് വരുന്നത്. ആ ഓരോ സ്റ്റേജിലും എന്തൊക്കെ എവിഡൻസസ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും മാനേജ്മെന്റ് എന്നുള്ള ഫീൽഡിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം നോക്കുന്നത് മാനേജ്മെന്റ് ഇൻ ആൻഷ്യൻ സിവിലൈസേഷൻ ആണ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി മാനേജ്മെന്റ്. അപ്പോൾ ആൻഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ വളരെ പുരാതന കാലത്തേക്ക് നമ്മൾ പോവാണ്, ഹിസ്റ്ററിയിലേക്ക് പോവാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മനുഷ്യൻ കാട്ടിൽ താമസിക്കാൻ തുടങ്ങി ആ ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ, ആദിവാസിയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഹണ്ടിങ്, ഫിഷിങ് ഇതിലൂടെയൊക്കെ ആയിരുന്നു അന്ന് ആദിമ മനുഷ്യനല്ലേ, പ്രിമിറ്റീവ് സ്റ്റേജിൽ മനുഷ്യൻ ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം അതായിരുന്നു. ഹണ്ടിങ്, ഫിഷിംഗ് ഒക്കെ ആയിരുന്നു മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, അഗ്രികൾച്ചർ ഇതെല്ലാം. അപ്പോൾ ആ ഒരു സമയത്തും പ്രിമിറ്റീവ് മെൻ പല ഇന്ന് നമ്മൾ മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന പല പ്രാക്ടീസസും അന്ന് ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ പല തെളിവുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ആ ഒരു സിവിലൈസേഷൻ, ആൻഷ്യൻ സിവിലൈസേഷൻ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ അന്നിപ്പോൾ അവർക്ക് അറിയില്ല ഇതൊക്കെ മാനേജ്മെന്റ് അങ്ങനെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇങ്ങനെ ചില റൂൾസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയെന്നുള്ളതാണ് ഈ ഒരു ടൈം പീരീഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പുരാതന കാലഘട്ടത്തിലുള്ള സൊസൈറ്റി. ആ ഒരു സമൂഹം ഇതിൽ പറയുന്നുണ്ട്, അതായത് റോൾ ഓഫ് പാരന്റ്സ്. അപ്പോൾ പാരന്റ്സിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യുക, അതുപോലെ ഇൻസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലേ, പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ ഒരു റോൾ ഓഫ് പാരന്റ്സിനെ പറ്റി അവർക്കൊരു ബോധം ഉണ്ടായിരുന്നു. ദെൻ അതുപോലെ പണിഷ്മെന്റ് ഫോർ റോങ് ഡൂയിങ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതിന് ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല നമ്മൾ ചിന്തിക്കുന്നതല്ലേ, വളരെ പുരാതന മനുഷ്യന്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഫോറസ്റ്റിലായിരുന്നു താമസം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസസ് അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് ഫീൽഡിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആണെങ്കിലും എന്താണ്, ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്ത് അവിടെ പണിഷ്മെന്റ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതാണ് പണിഷ്മെന്റ് ഫോർ റോങ് ഡൂയിങ്. അത് ആ ഒരു കാലഘട്ടത്തിലും മനുഷ്യർ ആ ഒരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മാനേഴ്സ്, പ്രാക്ടീസ്ഡ് അഗ്രികൾച്ചർ, പല മാനേഴ്സും അവർക്ക് അറിയാവുന്നുണ്ടായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ പണിഷ്മെന്റ് ഫോർ റോങ് ഡൂയിങ്, പിന്നെ അതുപോലെ റോൾ ഓഫ് പാരന്റ്സ്,
അതുപോലെ കണ്ടക്ട് ഓഫ് ബിസിനസ്, എങ്ങനെയാണ് ബാർട്ടർ സിസ്റ്റം ഒക്കെ ആയിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ റൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. പിന്നെ അതുപോലെ വേർഷിപ്പ് ഓഫ് ഗോഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രോപ്പർ വേസ് ടു ഈറ്റ്, അതായത് ഈറ്റിംഗ്, അതിനൊരു മാനേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന മാനേജ്മെന്റ് പ്രാക്ടീസസ്. അപ്പോൾ ഇതൊക്കെ എവിഡൻസസ് ആണ്. അപ്പോൾ പ്രിമിറ്റീവ് സൊസൈറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ എഴുതാം. അതായത് റോൾ ഓഫ് പാരന്റ്സ് എന്താണെന്ന് അറിയാമായിരുന്നു, അതുപോലെ പണിഷ്മെന്റ് ഫോർ റോങ് ഡൂയിങ്, ദെൻ പ്രോപ്പർ വേസ് ടു ഈറ്റ്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന പല റൂൾസ് ആണ്, അല്ലെങ്കിൽ ചില ഡിസിപ്ലിൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് എവിഡൻസസ് ഓഫ് മാനേജ്മെന്റ് ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഇൻ ടൈംസ് ഓഫ് കിങ് സോളമൻ. അതായത് ഒരു റൂളറായിരുന്നു സോളമൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കിങ് സോളമന്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ മാനേജ്മെന്റ് പ്രാക്ടീസസ് കാണാൻ പറ്റും. സോ കിങ് സോളമൻ എസ്റ്റാബ്ലിഷ്ഡ് ദി എലാബറേറ്റ് ട്രേഡ് എഗ്രിമെന്റ്സ്, അതായത് പല ട്രേഡ് എഗ്രിമെന്റ്സും വ്യാവസായിക കരാറുകളെല്ലാം കിങ് സോളമൻ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മാനേജ്ഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ, അതുപോലെ പീസ് എഗ്രിമെന്റ്, സമാധാന കരാറുകൾ. ഇതൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. BC 10th century BC ആ ഒരു ടൈമിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ളതെല്ലാം ഫോളോ ചെയ്തിരുന്നു. ട്രേഡ് എഗ്രിമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു, പീസ് എഗ്രിമെന്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. അപ്പോൾ അത് ഇറിഗേഷൻ, അഗ്രികൾച്ചർ, അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഇതൊക്കെ മാനേജ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കിങ് സോളമന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈജിപ്തിലെ കാര്യമാണ് നെക്സ്റ്റ്. അപ്പോൾ ഈജിപ്ത് എന്നുള്ള കൺട്രിയിൽ എന്താണ്, അവിടെയും മാനേജ്മെന്റ് എവിഡൻസസ് കാണാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ചില പ്രാക്ടീസസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്നത് ഒരു പോയിന്റാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾ. അതായത് കൺട്രോളിങ് എന്നുള്ള പ്രിൻസിപ്പിളിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണല്ലേ കൺട്രോളിങ്. അപ്പോൾ അത് എന്താണ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ആ ഒരു കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓവറോൾ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്, ആ കൺട്രിയിൽ തന്നെ എന്താണ് ഒരു കൺട്രോൾ സിസ്റ്റം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ദേ ഓൾസോ റെക്കഗ്നൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ സ്പെഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ് അതും എന്താണ് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ we can see that the practices of management in Babylonian Empire. അപ്പോൾ ഈജിപ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ബാബിലോണിയൻ എംപയർ. ബാബിലോണിയ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രി ഉണ്ടായിരുന്നു, മുമ്പ് ബാബിലോണിയ എന്നായിരുന്നു പേര്. അപ്പോൾ ആ ഒരു എംപയറിൽ ഒരു രാജവംശമാണല്ലേ ബാബിലോണിയൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ പേരായിരുന്നു ഹമ്മുറാബി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹമ്മുറാബി. അപ്പോൾ ആ ഒരു റൂളർ ഒരു കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ കോഡ് ഓഫ് ഹമ്മുറാബി എന്നുള്ളതിൽ ആ റൂളർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് റെസ്പോൺസിബിലിറ്റി, അതിനെ പറ്റിയിട്ടായിരുന്നു കൂടുതലായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കോഡാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം അന്ന് ഫോളോ ചെയ്തിരുന്നു. ഹമ്മുറാബി എന്നുള്ള റൂളറാണ് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തതും അത് ഫോളോ ചെയ്തിരുന്നൊക്കെ. അതായത് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആവണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാനേജ്മെന്റ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അന്ന് ഫോളോ ചെയ്തിരുന്ന പല കാര്യങ്ങളും ആണ് പിന്നീട് മാനേജ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്റ്റായ ഒരു ഡിസിപ്ലിനായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പം അന്ന് ഇതെല്ലാം ഫോളോ ചെയ്യുന്ന അവർക്ക് അറിയില്ല ഇതൊക്കെ മാനേജ്മെന്റ് എന്നുള്ള ഒരു ഏരിയ ആണെന്ന് അവർക്കറിയില്ല. അവരുടെ ഐഡിയാസ് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് പ്രിമിറ്റീവ് സൊസൈറ്റി നോക്കി, പിന്നെ അതുപോലെ കിങ് സോളമൻ, അതുപോലെ ഈജിപ്തിൽ എന്തൊക്കെയായിരുന്നു മാനേജ്മെന്റ് പ്രാക്ടീസസ്, പിന്നെ അതുപോലെ ബാബിലോണിയ.
ഇനി നെക്സ്റ്റ് വരുന്നത് ചൈനയിലായിരുന്നു. അപ്പോൾ ചൈനയിലും വി ക്യാൻ സി ദി പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ്. സോ ദർ ആർ റെക്കോർഡ്സ് which proves that there are some management practices were followed in China. അപ്പോൾ അതിൻ്റെ എല്ലാം എവിഡൻസസ് ഉണ്ട്. ഇതെല്ലാം പറയുന്നത് എവിഡൻസിന്റെ ബേസിലാണ്, അല്ലാണ്ട് ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് ചൈനീസ് ലീഡേഴ്സ് ആണ് മെൻഷ്യസ് ആൻഡ് ചോ. അപ്പോൾ അവരുടെ റെക്കോർഡ്സിൽ, അവരുടെ ആൻഷ്യൻ റെക്കോർഡ്സിലും ഇതുപോലെ മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെ എവിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. That is, they have followed certain principles like planning, organizing, directing, controlling. ഇതിന്റെ എല്ലാം പ്രിൻസിപ്പിൾസ് ചൈനയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ നമുക്ക് ഒരു പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം, അതുപോലെ കൺട്രോളിങ്, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഇതിനൊക്കെയുള്ള എവിഡൻസസ് ചൈനയിൽ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു ലീഡറാണ് കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരും എന്താണ് ഒരുപാട് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതുപോലെ സയന്റിഫിക് സെലക്ഷൻ ഓഫ് വർക്ക്മെൻ, ഇതിന്റെ എല്ലാം എവിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എങ്ങനെ നമുക്ക് സയന്റിഫിക്കലി എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാം, അതാണല്ലോ സയന്റിഫിക് സെലക്ഷൻ ഓഫ് വർക്ക്മെൻ. പിന്നെ അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ് എല്ലാം മാനേജ്മെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ചൈന ഇതൊക്കെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഓരോ കൺട്രിയുടെയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ചൈനയിൽ എന്തൊക്കെയായിരുന്നു, മെൻഷ്യസ് അതുപോലെ ചോ എന്നുള്ള ലീഡേഴ്സൊക്കെയാണ് ഇതുപോലുള്ള പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കൺഫ്യൂഷ്യസ് ആണ് സയന്റിഫിക് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ്. പിന്നെ അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം കൺഫ്യൂഷ്യസ് ആണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈജിപ്ത് പറഞ്ഞു, ബാബിലോണിയ പറഞ്ഞു, ചൈന പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന കൺട്രി എന്ന് പറയുന്നത് ഗ്രീസ് ആണ്. സോ ആൻഷ്യൻ ഗ്രീസിലും വി ക്യാൻ സീ ദി മാനേജ്മെന്റ് പ്രാക്ടീസസ്. അപ്പോൾ ഗ്രീസിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം ഔട്ട്പുട്ട് ബൈ യൂസിങ് യൂണിഫോം മെത്തേഡ്സ് അല്ലേ. അത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ടെക്നിക്കാണ് മാനേജ്മെന്റിൽ. മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ വിത്ത് മിനിമം എഫേർട്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതെന്താണ്, ആ ഒരു ടെക്നിക്ക് അന്ന് ഗ്രീസിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ഔട്ട്പുട്ട് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് യൂണിഫോം മെത്തേഡ്സ്. അതായത് കറക്റ്റ് പ്രപ്പോർഷനിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് പ്രപ്പോർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഗ്രീസിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മറ്റൊരു പ്രിൻസിപ്പിൾ അവർ ഫോളോ ചെയ്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെന്റ്. യൂണിവേഴ്സൽ അല്ലെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് സിനോഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനോഫോൺ എന്ന് പറയുന്നത് സോക്രട്ടീസിന്റെ ഡിസിപ്ലിനാണ്. സോക്രട്ടീസ് നമുക്കറിയാം വേൾഡ് ഫേമസ് തിങ്കറാണ്. അപ്പോൾ സോക്രട്ടീസിന്റെ ഒരു ശിഷ്യനാണ് ആര്, സിനോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനോഫോൺ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെന്റ്. അതിനെ പറ്റിയിട്ടൊരു ബോധം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ സിനോഫോൺ പറഞ്ഞിട്ടുള്ളത് he recognized and believed that management is a distinct and separate art. അപ്പോൾ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, മാനേജ്മെന്റ്. അതുപോലെ നമുക്ക് ഏത് ഏരിയയിലും എവിടെയായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് സിനോഫോൺ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളത് he defined the management as a skill separate from technical knowledge. അപ്പോൾ സോക്രട്ടീസിന്റെ ഒപ്പീനിയൻ പ്രകാരം മാനേജ്മെന്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് സ്കില്ലാണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്കില്ല് തന്നെയാണ് ഏത്, മാനേജ്മെന്റ്, വിച്ച് ഈസ് സെപ്പറേറ്റ് ഫ്രം ടെക്നിക്കൽ നോളജ് അല്ലെ. അപ്പം മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാന്നുള്ള കഴിവ് ഒരു എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കഴിവല്ല, അതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്കില്ലാണ് ഇൻഡിവിജ്വൽസിന്റെ. അപ്പൊ ഇതൊക്കെയാണ് സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഗ്രീസിൽ എവിഡൻസസ് വരുന്നത്.
ഇനി അടുത്തത് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഇന്ത്യയിലെ എവിഡൻസസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് കൗഡില്യ. കൗഡില്യയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അർത്ഥശാസ്ത്രം, കേട്ടിട്ടുണ്ടായിരിക്കും അർത്ഥശാസ്ത്രം. അപ്പോൾ അതിലെന്താണ് ഒരുപാട് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദി അർത്ഥശാസ്ത്ര ഇൻഡിക്കേറ്റ് എ നമ്പർ ഓഫ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ അതാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന മാനേജ്മെന്റ് പ്രാക്ടീസിന്റെ എവിഡൻസ്. അപ്പോൾ ഈ അർത്ഥശാസ്ത്രയിൽ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് അതൊക്കെ കാണാൻ പറ്റും. then അതുപോലെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് മാനേജ്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ്. എങ്ങനെ നമുക്കൊരു കൺട്രി പൊളിറ്റിക്കലി അതുപോലെ സോഷ്യലി ഇക്കണോമിക്കൽ മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് എന്താണ് ഓഫ് ദി ഹ്യൂമൻ അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് ഒരു കൺട്രിയിൽ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള ചില പോയിന്റ്സ് എല്ലാം ഈ അർത്ഥശാസ്ത്ര എന്നുള്ള വർക്കിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് അതും പറയുന്നുണ്ട്. ട്രേഡ്, കൊമേഴ്സ്, ബിസിനസ് ഇതൊക്കെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, ഇതൊക്കെ കൗഡില്യ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെയും പറയുന്നുണ്ട് ടാക്സേഷൻ, റവന്യൂ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലോ ആൻഡ് ഓർഡർ, അതുപോലെ അഗ്രികൾച്ചർ, ദെൻ ഫാക്ടറീസ്, മാർക്കറ്റ്സ്, ഇതെല്ലാം അതിൽ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ കണ്ടുവന്നിട്ടുള്ള എവിഡൻസസ്. ഇനി ലാസ്റ്റ് വരുന്നത് റോമിലെ എവിഡൻസസ് ആണ്. സോ in Rome we can see evidences of management techniques, that is in ancient Rome. അപ്പോൾ മാനേജ്മെന്റ് ടെക്നിക്സ് പലതും എന്താണ് ആൻഷ്യന്റ് റോമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദി കൺസെപ്റ്റ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ, അത് ഒരു റോമിലെ ഒരു ചർച്ചിൽ അതിനുള്ള ഒരു അതിന്റെ കാര്യങ്ങൾ ഫോർമൽ ഓർഗനൈസേഷൻ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം അതിന്റെ എവിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് റോമൻ കാത്തലിക് ചർച്ചിൽ ഒരു ഫോർമൽ രീതിയിലായിരുന്നു, ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു മോഡലിലായിരുന്നു കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റോമിൽ വന്നിട്ടുള്ള എവിഡൻസസ്, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയാണ് മാനേജ്മെന്റ് ഇൻ ആൻഷ്യൻ പീരിയഡ് എന്നുള്ള ഫസ്റ്റ് കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ടെക്സ്റ്റിൽ ഇതെല്ലാം മാർക്ക് ചെയ്ത പോയിന്റ്സ് ഇപ്പം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രം ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഷോർട്ട് നോട്ട്സ് നോക്കുക. എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഈ ആൻഷ്യൻ സിവിലൈസേഷനിൽ ഇത്രയും കൺട്രീസിലെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതായത് ആൻഷ്യൻ പീരിയഡിലേക്ക് പോകുമ്പോൾ അവിടെ ഏതൊക്കെ കൺട്രീസിൽ നമുക്ക് മാനേജ്മെന്റിന്റെ എവിഡൻസ് കാണാൻ പറ്റുന്നത്. അതാണ് ഇത്രയും കൺട്രീസ് പറഞ്ഞത്. ചൈന, ഈജിപ്ത്, ഇന്ത്യ, ഗ്രീസ്, റോം, അങ്ങനെ ഇത്രയും കൺട്രീസിൽ നമുക്ക് എന്താണ് മാനേജ്മെന്റ് പ്രാക്ടീസസ് വേൾഡ് വൈഡ് ആയിട്ട് ആൻഷ്യൻ പീരിയഡ് മുതലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫേസ് വരുന്നത്.